Hi friends, അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു അച്ചാറായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. മീൻ അച്ചാർ. അതിന് നമ്മൾ ഒരു 2 കിലോന്റെ അടുത്ത് വരുന്ന ഒരു ചൂര മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് നേരാക്കി എടുക്കണം. കണ്ടോ? നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ച് കട്ട് ചെയ്തെടുക്കാം. മീൻ നേരാക്കുക. ഇത് എന്തിനുള്ളതാ? അച്ചാറുണ്ടാക്കാം. അച്ചാർ കണക്ക് ഇഷ്ടാ? അപ്പൊ നമ്മുടെ മീൻ മൊത്തം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വശം നമുക്ക് ആവശ്യമില്ലാത്ത അത് മുള്ളുള്ള വശമാണ്. അപ്പൊ അത് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. കുറച്ചുകൂടി വെച്ചോ. അപ്പൊ നമ്മുടെ മീൻ മൊത്തം കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതധികം തിരുമ്പി കഴുകാൻ പാടില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോണ മീനാണ്. നമ്മുടെ മീൻ മൊത്തം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതൊരു 1-2 മണിക്കൂർ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ അടുപ്പൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെക്കാൻ പോവാണ് കേട്ടോ. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചട്ടി വെക്കാം. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇനി നമുക്കൊന്ന് ചൂടായിട്ട് വറുത്തെടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച മീനാണ്. കുറേ നേരം മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഇനി നമുക്കത് ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെട്ടിയ മീനാണ്. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോരി എടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മൊത്തം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വറുത്ത ചട്ടിയിൽ തന്നെ കേട്ടോ കടുക് പൊട്ടിക്കാൻ പോകണം. നമ്മൾ കടുകൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച്. ഇനി അത് ഇട്ട് കൊടുക്കാം.
നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ ഒപ്പം ഒന്ന് നന്നായിട്ട് ഇളക്കി മറിക്കാൻ നോക്കുക. കുറച്ച് കറിവേപ്പില, ഇനി കുറച്ച് പച്ചമുളക് നീളം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടി കൂടിയിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് അച്ചാർ പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്, ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അച്ചാർ ആയി വന്നിട്ട് നമ്മൾ ഇറക്കി വെക്കാൻ പോവാണ്. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ അച്ചാർ കുറച്ച് എടുത്തിട്ട് ലേശം കഞ്ഞിയായിട്ടാണ് കുടിക്കാൻ പോകുന്നത്. കുറച്ച് മീനിൻ്റെ അച്ചാർ കുറച്ച് എടുക്കുക. അപ്പോൾ കഞ്ഞിയും മീനും പപ്പടം കൂടിയാണ് കഴിക്കുന്നത്. ഇതിനേക്കാൾ സംഭവം അടിപൊളി കേട്ടോ. നമുക്ക് കുറേ ദിവസം എത്തുവയ്ക്കും ചെയ്യാൻ മീൻ. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോകളായിട്ട് ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ബൈ 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 ബൈ. Super.